ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്രൻ സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നമ്മുടെ ദീപ്തി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി പോയിട്ട് ഏകദേശം 1 വർഷം ആവാറായെന്നും പിന്നെ ചേച്ചി ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടെന്നൊക്കെയാണ് ദീപ്തി പറയുന്നത്. മാത്രമല്ല ചേച്ചിക്ക് ചേച്ചിയുടെ ഭാഗം കൊടുത്തു വിടുമെന്നൊക്കെ ദീപ്തി പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രീകാന്തിന് ദേഷ്യം വരികയാണ്. നീ ആരാടി ഇതൊക്കെ തീരുമാനിക്കുക? അതിന് വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ഇവിടെ ഇരിപ്പുണ്ടെന്നൊക്കെ പറയുകയാണ്. നിനക്ക് എന്താ ഇപ്പോൾ ഒരു പുതിയ മനംമാറ്റം? നീ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ചേച്ചി എങ്ങനെയെങ്കിലും കൊണ്ടുവരണമെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനോട് പത്മ യോജിക്കുകയാണ്. അപ്പോൾ അത് എനിക്ക് തിരിച്ചറിവില്ലാത്ത പ്രായത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ പക്വതയായപ്പോൾ അത് മാറ്റി പറയേണ്ടി വന്നെന്നൊക്കെ ദീപ്തി പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, അതോ നീ ഇനി ചേച്ചിയുടെ ഭർത്താവിനെ പോലെ ഏതെങ്കിലും തെണ്ടി കണ്ടു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ചേട്ടൻ എന്ത് വർത്താനാണ് ഈ പറയുന്നതെന്നൊക്കെ ദീപ്തി ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ശങ്കരനാരായണൻ പറയുകയാണ്, മതി നിർത്ത്. ഇപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളാണോ നിൻ്റെ സഹോദരിയോട് പറയേണ്ടത്? ഇതിനേക്കാൾ സ്നേഹിച്ചൊരു സഹോദരി ഉണ്ടായിരുന്നു എന്നോട്. അവൾ എൻ്റെ മുഖത്തടിച്ചിട്ടാണ് പോയത്. ഇത്രയും നാണക്കേട് അവൾ വരുത്തി വെച്ചില്ലേ എന്നൊക്കെ പറയുകയാണ്. അത് കഴിഞ്ഞ് ശ്രീകാന്ത് പറയുകയാണ്, ഈ ഫാക്ടറിയിലെ പ്രശ്നത്തിൽ അവൾ ഇടപെട്ടില്ല, ഇല്ലായിരുന്നെങ്കിൽ അതൊരു വലിയ പ്രശ്നമാക്കി നമുക്ക് മാറ്റാമായിരുന്നെന്നൊക്കെ പറയുകയായിരുന്നു. വിക്രമിനെ അതിൽ ഒതുക്കുകയും ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കും, നീ ഓരോ കാര്യത്തിൽ ഇടപെടുന്നത് കൊണ്ട് നാണക്കേട് വരുന്ന എനിക്കാണെന്നൊക്കെ ശങ്കരനാരായണൻ പറയുകയാണ്. നീ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയാലും അത് എല്ലാം തിരിച്ചടി എനിക്കാണ് കിട്ടുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ വെറുതെ എന്തിനാണ് ഒരു തൊഴിലാളി പ്രശ്നം ഉണ്ടാക്കി ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ശങ്കരനാരായണൻ ചോദിക്കുകയാണ്. അപ്പോൾ ആ സ്വത്തിൽ എല്ലാവർക്കും തുല്യ അവകാശം ഉള്ളതാണ്, അത് എൻ്റെ അച്ഛനായിട്ട് തുടങ്ങി വെച്ച കമ്പനിയാണെന്നും അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകേണ്ടതും തൊഴിലാളികൾക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നൊക്കെ ശങ്കരനാരായണൻ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ശ്രീകാന്തിനെ. അപ്പോൾ ഇനി എങ്കിലും നീ സൂക്ഷിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ശങ്കരനാരായണൻ ശ്രീകാന്തിനെ ഉപദേശിക്കുകയാണ്. അത് കഴിഞ്ഞ് ദീപ്തി പറയുകയാണ്, ഞാൻ ഇന്നലെ വിക്രം ചേട്ടനെ കണ്ടിരുന്നെന്നും എന്നെ കണ്ടപ്പോൾ ചിരിച്ചു വന്നു. ചേച്ചിക്ക് സുഖാണോ എന്ന് ചോദിച്ചപ്പോൾ സുഖാണെന്ന് പറഞ്ഞെന്നും പിന്നെ ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ ചേച്ചിയുടെ നിർബന്ധപ്രകാരമാണ് ഇട്ടിരുന്നതെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രീകാന്തിന് ദേഷ്യം വരികയാണ്. നീ ഒന്നും മിണ്ടായിരിക്കും, നീ എന്തിനാണ് വല്ല തെണ്ടികളുടെയൊക്കെ ചെന്ന് മിണ്ടുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ അതിനുള്ള മറുപടിയൊന്നും ദീപ്തി പറയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, അപ്പോൾ അവളിപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആ കേസൊക്കെ എടുത്തെന്ന് പറഞ്ഞില്ല, അത് ആരെ കേസെന്ന് അച്ഛൻ അറിയാമോ? ശ്രീധരൻ തേരാട്ടിന് വേണ്ടി ശ്രീനിവാസനെതിരെയുള്ള കേസാണ്. അതാണ് അവൾ വാദിക്കാൻ പോകുന്നത്. അവൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്താകുമെന്നാണ് ശ്രീകാന്ത് പറയുന്നത്. അപ്പോൾ പത്മ പറയുകയാണ്, എങ്കിൽ അവളെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരുമല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ശങ്കരനാരായണൻ ചോദിക്കുകയാണ്. അവൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും, അവൾ ആ വീട്ടിൽ തന്നെ താമസിക്കുകയും ചെയ്യും. പക്ഷേ വിക്രം മലയ്ക്ക് പോകാൻ മാലയിട്ടെന്ന് പറഞ്ഞ് അവ നേരെ ആവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ്. ഭർത്താവിൻ്റെ ഗോഡ് ഫാദറിനെതിരെയാണ് വാദം തുടങ്ങാൻ പോകുന്നതെന്നൊക്കെ ശങ്കരനാരായണൻ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം കഴിച്ചിട്ട് കൈ കഴുകാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് പത്മ വിളിച്ച് ചോദിക്കുകയാണ്, അപ്പോൾ ഈ ഫാക്ടറിയിൽ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് ആരായിരിക്കും വേദയോട് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. പക്ഷേ അതിനുള്ള മറുപടി ഒന്നും പറയാതെ ശങ്കരനാരായണൻ മുകളിലോട്ട് കയറി പോവുകയാണ്. എനിക്ക് അറിയില്ല എന്നൊരു മറുപടി അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നിട്ട് അദ്ദേഹം മുകളിൽ ചെന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അപ്പോൾ അതിലെങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ശങ്കരനാരായണൻ അവിടെ സിറ്റൗട്ടിൽ ഇരിക്കുകയായിരുന്നു, പത്രമെല്ലാം വായിച്ചുകൊണ്ട്. അപ്പോൾ ആ സമയം ശ്രീകാന്ത് ഫോൺ അവിടെ വെച്ചിട്ട് അടുക്കളയിൽ അമ്മ വിളിച്ച് എന്തോ ആവശ്യത്തിന് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയം ശ്രീകാന്തിൻ്റെ ഫോണിലൊരു കോൾ വരികയായിരുന്നു. അത് മറ്റാരുമല്ല, പുളിക്കലായിരുന്നു. പുള്ളിക്കാൻ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുകയാണ്. സാർ ഇങ്ങോട്ടൊന്നും പറയേണ്ട, ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവ്വം കേട്ടാൽ മതിയെന്ന് പറയുകയാണ്. അപ്പോൾ ഈ കോൾ അറ്റൻഡ് ചെയ്യുന്നത് ശങ്കരനാരായണനാണല്ലോ. അപ്പോൾ എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ, നാളെ തൊഴിലാളി സംഘടനയുടെ ഒരു സമരം ആരംഭിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഗുണ്ടകളെ അയക്കാമെന്നും അപ്പോൾ എന്നിട്ട് പോലീസിൻ്റെ എല്ലാ ലാത്തി ചാർജ് എല്ലാ കാര്യങ്ങളും സാർ അറേഞ്ച് ചെയ്യണമെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ശങ്കരനാരായണൻ കോൾ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഈ കോൾ വന്നത് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് വന്ന് ഫോണിൽ നോക്കിയാലും കാണത്തില്ലല്ലോ. എന്നിട്ട് നേരെ ശങ്കരനാരായണൻ വേദയെ വിളിക്കുകയാണ്. എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്നും ഞാൻ വരുന്ന സ്ഥലം വാട്സപ്പ് ചെയ്യാമെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. അപ്പോൾ നിന്നെ തിരിച്ച് വിളിക്കണമെന്ന് പറയാനല്ല വന്നത്, ഇങ്ങനെ ശ്രീകാന്തിൻ്റെ ഫോണിൽ ഇങ്ങനെ വന്ന കാര്യമൊക്കെ ശങ്കരനാരായണൻ പറയുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് സംഭവമെന്നും നീ ഇതിൽ ഇടപെടണമെന്നും അപ്പോൾ ഇത് നിൻ്റെ അച്ചാച്ചനാക്കി ഉണ്ടാക്കി വെച്ചൊരു പ്രസ്ഥാനമാണെന്നും അതിൽ നിങ്ങൾക്ക് എല്ലാ പേർക്കും തുല്യ അവകാശമാണെന്നും അപ്പോൾ തൊഴിലാളികൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടതെന്നും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണമെന്നൊക്കെ പറയുകയാണ്. പിന്നെ ശ്രീനിവാസനെ പോലുള്ള ചെറിയ പാർട്ടിക്കാർ ഇടപെടുന്നത് കൊണ്ട് ഈ പ്രശ്നം രൂക്ഷമാകാനുള്ള സാധ്യത വളരെ ഉണ്ട്. അപ്പോൾ അവരുടെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഈ പ്രശ്നത്തെല്ലാം അവർ വലുതാക്കും എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക,
ഞാനാണ് ഈ കാര്യം പറഞ്ഞതെന്നും ആരോടും പറയരുതെന്നും പ്രത്യേകിച്ച് നിൻ്റെ ഭർത്താവ് വിക്രം ഒരിക്കലും അറിയരുതെന്നും വിക്രമിനോട് വേദ കള്ളമാണ് പറഞ്ഞത്. ഒരിക്കലും ശങ്കരനാരായണനാണ് വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞില്ല. പകരം ദീപ്തിയാണ് അച്ഛനും ശ്രീകാന്തുമായിട്ട് സംസാരിക്കുന്നത് കേട്ടിട്ട് വിളിച്ച് പറഞ്ഞതെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അതെല്ലാം കഴിഞ്ഞിട്ട് വേദ രാത്രി കുടിക്കാനുള്ള വെള്ളവുമായിട്ട് വിക്രമിൻ്റെ റൂമിലോട്ട് വരികയാണ്. അപ്പോൾ അവിടെ എല്ലായിടും ആകെ കത്തിക്കരിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ വിക്രം ഒരു അയ്യപ്പ സ്വാമിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അതിൽ തിരിയൊക്കെ കത്തിച്ച് വെക്കുകയാണ്. എന്നിട്ട് സ്വാമിയെ ശരണയ്യപ്പ എന്നൊക്കെ വിളിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വേദയ്ക്ക് സന്തോഷമൊക്കെ ആവുകയാണ്. അപ്പോൾ തൻ്റെ ഭർത്താവിനൊരു മാറ്റം ഉണ്ടെന്നൊക്കെ വേദ ചിന്തിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അടുത്ത് വന്നിട്ട് പറയുകയാണ്, അപ്പോൾ എന്താ സ്വാമി എല്ലാം മൊത്തത്തിലൊരു മാറ്റമാണല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് ഇവിടെ മൊത്തം കരിഞ്ഞിരിക്കുകയില്ല, ഇപ്പോൾ മൊത്തം ഒരു കരിഞ്ഞ സ്മെല്ല്, അതുകൊണ്ട് ഞാനൊന്ന് മണക്കാൻ വേണ്ടി സാമ്പ്രാണി തിരിയെ കത്തിച്ച് വെക്കുകയാണെന്ന് വിക്രം പറയുകയാണ്. അപ്പോൾ ഇതൊന്ന് പുതുക്കി പണിഞ്ഞൂടെ എന്നൊക്കെ വേദ ചോദിക്കുകയാണ്. അതിന് അച്ഛൻ സമ്മതിക്കണ്ടേ, അച്ഛൻ സമ്മതിക്കുന്നൊരു സമയം വരട്ടെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുകയാണ്. നിങ്ങൾ അച്ഛനും മോനും കൊള്ളാം, എന്താണ് ഇങ്ങനെ വാശി, എനിക്കല്ലല്ലോ വാശി, അച്ഛനല്ലേ വാശി എന്നൊക്കെ ഉള്ള രീതിയിൽ വിക്രം സംസാരിക്കുകയാണ്. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് അച്ഛൻ അതും വെച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞത് എന്താണ് വിക്രമനൊന്ന് വിശദീകരിക്കാമോ ചോദിക്കുകയാണ്. ഞാൻ ജയിലിൽ കിടന്ന കേസും അച്ഛൻ്റെ ബാഗിൽ മയക്കുമരുന്ന് വെച്ച കേസും ഒക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് വിക്രമല്ലല്ലോ ചെയ്തതെന്ന് അച്ഛനോട് നേരിട്ട് പറഞ്ഞൂടെ, വിനായകൻ ചേട്ടനാണ് ചെയ്തതെന്ന് പറയാമല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിക്രം ഞെട്ടുകയാണ്. എല്ലാ സത്യങ്ങളും വേദം അറിഞ്ഞോ എന്നുള്ള രീതിയിൽ. അതേ വിക്രം, ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നു. ഈ കേസിൻ്റെ പിറകെയായിരുന്നു ഞാൻ ഇത്രയും നാൾ. ഇപ്പോൾ ഇതിന് മുമ്പ് കേസ് അന്വേഷിച്ച ഹമീദ് എന്ന സാറിനെയും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് ദർശൻ കളക്ട് ചെയ്ത് തന്നായിരുന്നു. പിന്നെ ചക്രപാണി സാറാണല്ലോ ഈ കേസ് വാദിച്ചത്. അപ്പോൾ അതിൻ്റെ കേസിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കമ്പ്യൂട്ടറിൽ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ചികഞ്ഞെടുത്ത് പരിശോധിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും സ്കൂളിൽ അങ്ങനെ ഒരു ആവിഷ്കരണം ഒരിക്കലും നടക്കാൻ വഴിയില്ല. കാരണം കുട്ടികളൊന്നും ആ രീതിയിൽ പോയിട്ടില്ല എന്നുള്ളത് അവിടുത്തെ ഹെഡ് മിസ്ട്രസിന് നല്ല ഉറപ്പായിരുന്നു. പിന്നെ എങ്ങനെ മാഷിൻ്റെ ബാഗിൽ ഈ മയക്കുമരുന്ന് വന്നു എന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. അതെന്തായാലും അപ്പോൾ വീട്ടിൽ നിന്ന് വെച്ചാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാനും ദർശനും ഹമീദ് സാറും കൂടി വിനായകൻ ചേട്ടനെ ചോദ്യം ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, വിനായകൻ ചേട്ടൻ ഏറ്റു പറഞ്ഞിരുന്നു, ഞാനാണ് അച്ഛൻ്റെ ബാങ്കിൽ മയക്കുമരുന്ന് വെച്ചതെന്നുള്ളത് സമ്മതിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ അറിയുമ്പോൾ വിക്രം വളരെയധികം വിഷമവും ദേഷ്യമൊക്കെ വരികയാണ്. നീ ഇനി ഈ അധ്യായം അടഞ്ഞതല്ലേ, ഞാൻ അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയില്ല, നിൻ്റെ അച്ഛൻ്റെ കോടതി എന്നെയാണ് എനിക്ക് ശിക്ഷയും തന്നത്, ഇനി നീ അധ്യായം അവിടെ അവസാനിപ്പിക്കാനായിട്ടൊക്കെ വേദയോട് പറയുകയാണ്. എൻ്റെ ഭർത്താവിൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണ്ടേ എന്നുള്ള രീതിയിൽ വേദ സംസാരിക്കുകയാണ്. വിനായകൻ ചേട്ടൻ ജയിലിൽ വന്ന് വിക്രമിനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് എന്നെ കണ്ടിരുന്നെന്നും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നോട് ഒരുപാട് കരഞ്ഞെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞില്ല വേദ, ഇനി നീയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത്, ഞാനായിട്ട് ഒരുപാട് തീരാ ദുഃഖം ഈ വീടിനും വീട്ടുകാർക്കൊക്കെ കൊടുത്തതാണ്, ഇനിയൊരു ദുഃഖം കൂടെ അവർ താങ്ങില്ല എന്നുള്ള രീതിയിൽ വിക്രം സംസാരിക്കുകയാണ്. അപ്പോൾ ഞാനായിട്ടൊന്നും പറയാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ വേദയും സംസാരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനെ ഒരു മയക്കുമരുന്ന കേസിൽ കോളേജിൽ കുറേ പിള്ളേർക്കെതിരെ കേസ് കൊടുത്ത വിക്രമിന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതേ ഉള്ള രീതിയിൽ വിക്രം നിൽക്കുകയാണ്. അപ്പോൾ അതിലൊരു ശ്രീകുമാർ എന്നൊരു പ്രധാന പുള്ളി ഉണ്ടായിരുന്നു, അവിടുത്തെ സ്റ്റുഡൻറ്റ്, അതറിയാമോ ചോദിക്കുകയാണ്. എനിക്കറിയാമെന്ന് പറയും. അത് ആരാണെന്ന് വിക്രമിന് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് വേദ. ഇല്ല എന്നുള്ള രീതിയിൽ വിക്രം നിൽക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ശ്രീനിവാസൻ്റെ സഹോദരിയുടെ മകനാണ് ശ്രീകുമാർ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിക്രം ഞെട്ടുകയാണ്. ഈ കാര്യം എനിക്ക് അറിയില്ലല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിക്രമിൻ്റെ മനസ്സിൽ ഇങ്ങനെ മിന്നുമായുകയാണ്. നിങ്ങൾ ഗോഡ് ഫാദറായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നില്ലേ ശ്രീനിവാസൻ, അയാളുടെ എല്ലാ കള്ളക്കളിയും ഞാൻ പൊളിച്ചടുക്കുമെന്ന് വേദ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വിക്രം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു വാക്ക് പോലും സാർ എന്നോട് പറഞ്ഞിട്ടില്ല ശ്രീകുമാർ ആരാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് വിക്രം. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്